നമസ്കാരം. സാധാരണഗതിയിൽ ഗവർണർമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുമ്പോൾ എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന സന്ദേശമാണ് കേരളത്തിൽ. അദ്ദേഹം ഇന്നത്തെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗമല്ല നടത്തിയത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് റിപ്പബ്ലിക് ദിന സന്ദേശമായി ഇന്ന് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടു. ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സന്നിഹിതനായിരുന്നു. മുഖ്യമന്ത്രിയോട് പറയാനുള്ളതെല്ലാം ഗവർണർ ആർലേക്കർ ഒരു കടുംപിടുത്തവുമില്ലാതെ അല്ലെങ്കിൽ കടുത്ത വാക്കുകളുമില്ലാതെ വളരെ അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് സത്യം. അതായത് അദ്ദേഹം പറഞ്ഞത് 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി തന്നെ കാണാൻ വന്നിരുന്നു. ആ സമയത്ത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതം എന്ന സങ്കല്പം മുന്നോട്ട് വെക്കുമ്പോൾ വികസിത കേരളം എന്നൊരു സങ്കല്പം ഇല്ല എങ്കിൽ വികസിത ഭാരതമില്ല. അതായത് കേന്ദ്രം വികസിത ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭാരതത്തിലെ ഓരോ സംസ്ഥാനവും വികസിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പത്തിനൊപ്പം നിൽക്കണം കേരളവും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ മുഖ്യമന്ത്രിയോട് താൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഗവർണർ പറഞ്ഞു വെച്ചു. അതായത് സംസ്ഥാനത്ത് ഒരു ബദൽ വികസന നയമുണ്ടെന്നും അത് കേന്ദ്രത്തിനോട് പോരിന് പോകുന്ന നയമാണ് എന്നും കേന്ദ്ര സർക്കാരുമായി ആവശ്യമില്ലാതെ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക, കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാവുക, അതെല്ലാമാണ് കേരളത്തിൻ്റെ നയമെന്നുമൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സംശയം തോന്നിയിരുന്നു. അത്തരത്തിലായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബന്ധം നിലനിന്നു പോന്നിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് വികസിക്കണമെങ്കിൽ കേരളവും വികസിക്കണം, കേരളം പോലുള്ള സംസ്ഥാനങ്ങളും വികസിക്കണം. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ യഥാർത്ഥ സങ്കല്പമെന്നും ആ സങ്കല്പം താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ഇന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു വച്ചത്. ഇതൊരു സാധാരണ കാര്യമല്ല. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവർണർക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ദിശാബോധമുണ്ട്. അത് അദ്ദേഹം കൃത്യമായ വ്യക്തമായ ഭാഷയിൽ തന്നെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വാക്കുകൾ കൂടിയാണ്. മാത്രമല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള സർക്കാരിൻ്റെ സംഘർഷങ്ങൾ, സർക്കാരിൻ്റെ പോര്, ഇതെല്ലാം തന്നെ കഴിഞ്ഞ 5 വർഷവും നമ്മൾ കണ്ടതാണ്. നമ്മളെക്കാൾ ഏറെ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവൻ വിട്ടയുടൻ, അദ്ദേഹം ഗവർണർ പദവിയിൽ നിന്ന് മാറി ബീഹാറിലേക്ക് പോയ ഉടൻ രാജ്ഭവനുമായി ചങ്ങാത്തത്തിൽ വേണം പോകാൻ എന്ന് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒരു ബോധ്യം വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്ര അർലേക്കർ ഗവർണറായി വരുമ്പോൾ സംഘർഷത്തിനൊന്നും പോകാതെ ഗവർണറുമായി ആദ്യമേ തന്നെ ഒരു നീക്കുപോക്കിന് സർക്കാർ മുൻകൈയെടുത്തത്. കാരണം ഒരു വട്ടം ഗവർണറോട് ഉടക്കിയാൽ, ഒരു വട്ടം ഗവർണറുമായി തെറ്റിപ്പിരിഞ്ഞാൽ പിന്നീട് ദീർഘകാലം സർക്കാരിന് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലയളവ് തെളിയിച്ചതാണ്. പല ബില്ലുകളും സർക്കാരിന് പാസാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. പല ബില്ലുകളും സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണർ രംഗത്തെത്തി. സർക്കാരിൻ്റെ പല നയങ്ങളെയും ജനകീയമായി തന്നെ ഈ ഗവർണർ ചോദ്യം ചെയ്തിരുന്നു. അതായത് സർക്കാരിനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. സർക്കാരിൻ്റെ പല നടപടികൾക്കുമെതിരെ ജനാഭിപ്രായം രൂപപ്പെടുത്താൻ രാജ്ഭവൻ്റെ നിലപാടിന് സാധിച്ചിരുന്നു. ഇത് സർക്കാരിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ രാജ്ഭവനുമായി തന്ത്രത്തിൽ പോകാനും ആവശ്യമുള്ള നിയമനിർമ്മാണമൊക്കെ ഒപ്പിടിച്ചു വാങ്ങാനും രാജ്ഭവനുമായി വലിയ സംഘർഷങ്ങളില്ലാതെ പോകാനുമാണ് സർക്കാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് മാറ്റം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയ ഉടനെ രാജ്ഭവനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ സർക്കാർ മുൻകൈയെടുത്തത്. അത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് ചെയ്തിരുന്നുവെങ്കിൽ അത് സർക്കാരിന് ക്ഷീണമായേനെ, സർക്കാർ വഴങ്ങിക്കൊടുത്തു എന്നൊരു അഭിപ്രായം ഉണ്ടായേനെ, അത് പാർട്ടിക്കും ക്ഷീണമായേനെ. അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയ ഉടനെ തന്നെ രാജ്ഭവനുമായി മുഖ്യമന്ത്രി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ
CPM-ഉം സർക്കാരുമെല്ലാം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം അദ്ദേഹം രാഷ്ട്രീയമായി ഇടപെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയം കാരണമാണ് അദ്ദേഹം ഇങ്ങനെ സർക്കാരിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നതാണ്. അതായത് മുകളിലുള്ള BJP സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ഒരു പാവയായിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. ഗവർണർ സ്ഥാനം പോലും ആവശ്യമില്ല എന്ന് പലപ്പോഴും സർക്കാരുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി മാറിയെങ്കിലും അതേ സംഘി ഗവർണർ എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥ സംഘി ഗവർണർ വന്നത് ഇപ്പോഴാണ്. കേന്ദ്രം ഇപ്പോഴും ഭരിക്കുന്നത് BJP തന്നെയാണ്. ആക്റ്റീവായിട്ടുള്ള RSSൻ്റെയും BJPയുടെയും പ്രവർത്തനങ്ങളിൽ ഒരു കാലത്ത് മുഴുകിയിരുന്ന ഒരു നേതാവാണ് രാജേന്ദ്ര ആർലേക്കർ ഇപ്പോൾ ഗവർണറായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ നേരത്തെയുള്ള നിലപാടനുസരിച്ച് ഇപ്പോഴും ഗവർണറുമായി കൊമ്പുകോർക്കേണ്ടതാണ്. പക്ഷേ അതല്ല, സർക്കാരും മുഖ്യമന്ത്രിയും നിലപാട് മാറ്റിയിരിക്കുന്നു. രാജ്ഭവനുമായി വലിയ പോരിന് പോയാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പ്രശ്നമാകുമെന്ന് CPM-ന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്ഭവനുമായി ഒരുമിച്ച് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ആ സർക്കാരിനെ തന്ത്രത്തിൽ കൊണ്ടുപോകാൻ ഗവർണറും തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.